ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. 3-ാം സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ലീഗ് യോഗത്തിലെ തീരുമാനം. വയനാട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. വയനാട് ലഭിച്ചില്ലെങ്കിൽ വടകര അല്ലെങ്കിൽ കണ്ണൂർ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെടും. വയനാടിന് പകരം രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു സുരക്ഷിത മണ്ഡലം നൽകണമെന്ന നിർദ്ദേശവും ലീഗ് മുന്നോട്ട് വച്ചേക്കും. ലീഗ് പാർട്ടിക്കുള്ളിൽ നേരിടുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൂടിയാണ് 3 സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. നിലവിൽ കോൺഗ്രസ് 16 സീറ്റുകളിലും ലീഗ് 2 സീറ്റുകളിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും ഓരോ സീറ്റുകളിലും മത്സരിക്കാനായിരുന്നു പ്രാഥമിക ധാരണ. എന്നാൽ ലീഗ് 3 സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടിയിരിക്കുകയാണ്. തുടക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സീറ്റിനായി മുസ്ലിം ലീഗ് വലിയ താൽപര്യം കാണിച്ചിരുന്നില്ല. 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുമെന്നതായിരുന്നു പ്രതീതി. എന്നാൽ ഇപ്പോൾ പൊടുന്നനെ ലീഗ് നിലപാട് കടുപ്പിച്ചതിന്റെ അമ്പരപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. നിലവിലെ സ്ഥിതിയിൽ ലീഗിന് 3-മതൊരു ലോക്സഭാ സീറ്റ് നൽകിയാൽ മുന്നണിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലാണ് KPCC. ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതയുള്ള സീറ്റിനായുള്ള വിലപേശൽ തന്ത്രമാണ് ലീഗ് നടത്തുന്നതെന്ന സംശയവും കോൺഗ്രസിനുണ്ട്. ഈ സീറ്റുകളിലേക്ക് CP ജോൺ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിനിടെയാണ് ലീഗ് 3-ാം സീറ്റ് ആവശ്യം കടുപ്പിച്ചത്. മുന്നണിയിലെ സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കി നേരത്തെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊടുന്നനെ കുഞ്ഞാലിക്കുട്ടിയുടെ 3-ാം സീറ്റ് ആവശ്യം എത്തിയത്. ലീഗിൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമടക്കം സംശയമാണ്. കഴിഞ്ഞ തവണയും ഇതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 3-ാം സീറ്റ് ആവശ്യം ലീഗ് മുന്നോട്ട് വച്ചിരുന്നെങ്കിലും അവസാനം പിൻവാങ്ങുകയായിരുന്നു. വരുന്ന ജൂണിൽ കേരളത്തിൽ നിന്ന് 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഒഴിവ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ അതിലൊന്നിൽ UDFന് ജയം ഉറപ്പാണ്. ലോക്സഭാ സീറ്റിന്റെ പേരിൽ ലീഗ് നടത്തുന്ന വിലപേശൽ ഈ രാജ്യസഭാ സീറ്റ് ലക്ഷ്യമിട്ടാണെന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നും വിലയിരുത്തലുണ്ട്. ലീഗിന് 3-ാം സീറ്റ് കൊടുത്താൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ വെട്ടിലാക്കിയ 5-ാം മന്ത്രി വിവാദത്തിന് സമാനമായ സാഹചര്യം ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ രൂപപ്പെടുമെന്ന് കോൺഗ്രസിന് പേടിയുണ്ട്. അത് ബോധ്യപ്പെടുത്തി ലീഗിനെ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകും അടുത്ത ഉഭയകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ശ്രമിക്കുക. ദേശീയ സാഹചര്യം മുൻനിർത്തി പിന്തിരിപ്പിക്കുവാനും ശ്രമിക്കും. കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ UDFന്റെ നട്ടെല്ലായി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിന്റെ വിജയങ്ങളിൽ പലപ്പോഴും നിർണായകമാകുന്നത് ലീഗിന്റെ കരുത്തു തന്നെയാണ്. എന്നാൽ കുറച്ചുകാലമായി സമസ്തയിലും മറ്റും നടക്കുന്ന പടലപ്പിണക്കങ്ങളും CPM ലീഗിന്റെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി ഇറങ്ങി കളിക്കുകയും ചെയ്യുന്നതോടെ ലീഗ് അല്പം ക്ഷീണത്തിലാണ്. കോൺഗ്രസിന്റെ ദൗർബല്യം മുതലെടുക്കാനാണ് ലീഗിന്റെ ശ്രമം. കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ടതോടെ 1 സീറ്റ് അധികം UDFന്റെ കയ്യിലുണ്ട്. അതിനാൽ തങ്ങൾക്ക് സീറ്റ് കൂടിയേ തീരൂ എന്നാണ് ലീഗിന്റെ വാശിയും. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3-മതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് 1 സീറ്റ് അധികം വേണമെന്നതാണ് ലീഗിന്റെ ആവശ്യം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ 1 സീറ്റ് കൂടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് നേടാനാണ് നീക്കം. മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന 3 സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ലീഗിന്റെ മനസ്സിൽ. മഹാരാഷ്ട്രയിലെ അമരാവതിയാണ് അതിലൊന്ന്. കോൺഗ്രസിന്റെയും NCPയുടെയും പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിനിമാ താരം നവനീത് കൗർ റാണയാണ് നിലവിലെ MP. 2-മതായി വന്നത് ശിവസേനയുമായിരുന്നു. മറ്റൊന്ന് ഉത്തർപ്രദേശിലെ മീററ്റ് ആണ്. കഴിഞ്ഞ തവണ BJP വിജയിച്ച സീറ്റിൽ BSP 2-മതും കോൺഗ്രസ് 3-മതുമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ മുർഷിദാബാദ് ആണ് ലീഗിന് നോട്ടമുള്ള 3-ാം സീറ്റ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ മുമ്പ് ലീഗിന് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇത് ലഭിച്ചാൽ ഇവിടെ യൂത്ത് ലീഗിനെ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗിലെ നീക്കം. അങ്ങനെയെങ്കിൽ യൂത്ത് ലീഗ് അധ്യക്ഷൻ PK ഫിറോസിന് നറുക്കു വീഴുവാനും സാധ്യതയുണ്ട്. സിറ്റിംഗ് സീറ്റുകളായ മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരെന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. MPമാരായ ET മുഹമ്മദ് ബഷീറും അബ്ദുസമദ് സമദാനിയും കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള താല്പര്യം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്ക് തന്നെയാണ് നിയോഗിക്കുന്നതെങ്കിൽ മലപ്പുറത്തേക്ക് മാറാൻ ET മുഹമ്മദ് ബഷീർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 3 തവണയായി പൊന്നാനിയെ പ്രതിനിധാനം ചെയ്യുന്ന ET ഇത്തവണ മലപ്പുറത്തേക്ക് മാറും എന്ന സൂചനയുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുസമദ് സമദാനി കൂടുതൽ പരിപാടികളിലും മറ്റും പങ്കെടുത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. പൊന്നാനിയിൽ ശക്തനായ ഒരു യുവനേതാവിനെ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായവും ലീഗിനുള്ളിൽ ശക്തമാണ്. 17% സീറ്റുകളിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന പാർട്ടിക്ക് ലോക്സഭയിൽ 10% സീറ്റ് മാത്രമാകുന്നതിന്റെ യുക്തിയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. രാജ്യസഭയിൽ 1 സീറ്റ് ചേർത്താലും 10% കവിയില്ലെന്നും ഇവർ പറയുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ മത്സരിച്ച് 100% വിജയമാണ് ലീഗിന്റേത്. എന്നാൽ 15 മണ്ഡലങ്ങളിൽ മത്സരിച്ച് 8 വിജയിച്ച കോൺഗ്രസിന്റെ വിജയ ശതമാനം 53 മാത്രം. 1-ാം UP അധികാരത്തിലെത്തിയ 2004 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 സീറ്റും LDF തൂത്തുവാരിയപ്പോൾ
പൊന്നാനിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഇ അഹമ്മദ് വിജയിക്കുകയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാവുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ വിജയ ശതമാനം കുറവാണ്. 24 സീറ്റിൽ മത്സരിച്ച് 18 എണ്ണത്തിൽ വിജയിച്ച് 75% വിജയം ലീഗ് നേടിയപ്പോൾ 87 എണ്ണത്തിൽ മത്സരിച്ച് 22 മാത്രം വിജയിച്ച കോൺഗ്രസിന്റെ വിജയം 25% മാത്രമാണ്. മലപ്പുറം മണ്ഡലത്തിലെ കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളും ലീഗിന്റെ കയ്യിലാണ്. പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന് കോൺഗ്രസ് വോട്ടുകൾ ലഭിച്ചു എന്ന ആരോപണമുണ്ടായിട്ടും 25,000-ലധികം വോട്ടിനാണ് ET മുഹമ്മദ് ബഷീർ ജയിച്ചു കയറിയത്. തിരൂരങ്ങാടി, തിരൂർ, കോട്ടയ്ക്കൽ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഗിനായിരുന്നു നേട്ടം.